നമ്മളിപ്പോ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു ഫിഷ് മാർക്കറ്റിലാണ് കേട്ടോ. ഭയങ്കര ഫേമസ് ആണ്. അപ്പൊ നമ്മൾ അൾട്ടോണയിൽ താമസിച്ചിട്ട് ഇതുവരെ നിങ്ങൾ ഫിഷ് മാർക്കറ്റിൽ പോയിട്ടില്ലേ എന്ന് കുറെ പേര് ചോദിച്ചപ്പോ എന്താ ഇന്ന് വന്ന് കാണാന്ന് കരുതി. ഇന്ന് അതുകൊണ്ട് -3 ആയിട്ടും നമ്മളിത് കാണാൻ മിസ്സാക്കേണ്ടതായിരിക്കും വന്നതാണ്. ഇത് സൺഡേസിൽ മാത്രമാണ് ആക്റ്റീവ് ആയിട്ടുള്ളൂ. പെർബാൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പാർട്ടി ഏരിയ ആണ്, ഒരു പാർട്ടിയിങ് സിറ്റിയാണ്. അപ്പോൾ സാധാരണ സാറ്റർഡേ നൈറ്റ് ആൾക്കാർ പാർട്ടിയിങ് എല്ലാം കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പൊ ആ ഒരു സമയം തൊട്ട് ഇത് ആക്റ്റീവാണ്. രാവിലെ 9 മണി വരെയാണ് ഇത് ഓപ്പൺ ആയിട്ടുള്ളൂ. നമുക്ക് നോക്കാം അപ്പൊ എന്തൊക്കെയാണെന്ന്. ഇവിടെ ഓരോരോ ട്രക്സിലായിട്ടും അങ്ങനെ ഓരോ ടെമ്പററി സെറ്റപ്പിലാണ് സ്റ്റോൾസ് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഒരു ചീസിൻ്റെ കടയാണ്. ഇവിടെ 10 euros കൊടുത്തു കഴിഞ്ഞാൽ ഒരു 4-5 ടൈപ്സ് ഓഫ് ചീസ് ഇവർ തരും. എന്താ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് അത്. ഇവിടെ ഒരുപാട് വിന്റർ ക്ലോത്ത്സും അതുപോലെ ഷോളുകളും എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. റേറ്റ്സും ഇവർ ഇതിൽ ഇട്ടിട്ടുണ്ട് കണ്ടോ. 15 euros 10 euros ഒക്കെയാണ്. ക്യാപ്പുകളും അങ്ങനെ വിന്റർ ക്ലോത്ത്സ് ആണ് ഈ ഒരു സ്റ്റോറിൽ. അതുപോലെ തന്നെ ഇത് കണ്ടോ, ബാക്കിൽ കാണുന്നത് എൽബേ റിവർ ആണ് കേട്ടോ. അതിന്റെ ഷോറിലായിട്ടാണ് ഇവർ ഈ മാർക്കറ്റ് എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പൊ ഇതാ പോർട്ട് സൈഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഷിപ്സും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്, കാണാൻ പറ്റും. ഇതുണ്ടോ, സൺലൈറ്റ് ഒക്കെ ഇങ്ങനെ വരണേ ഉള്ളൂ. ഇവിടെ ആക്ച്വലി സൺറൈസ് ആവണേ ഉള്ളൂ. സമയം ഒരു 9 മണിയായി കാണും ഏകദേശം. ഇപ്പൊ വിന്റർ ടൈമിൽ ഇങ്ങനെയാണ് കേട്ടോ. ഒരു 8:30 to 9 സമയത്തായിരിക്കും സൺറൈസ്. അതുപോലെ തന്നെ സൺസെറ്റ് ഏർലി ആയിരിക്കും. ഒരു 4 to 4:30 ആകുമ്പോഴേക്കും തന്നെ ഡേ ലൈറ്റ് പോയി ഇവിടെ രാത്രിയാവും. ഈ വിന്റർ ടൈമിൽ ഇങ്ങനെയാണ്. പിന്നെ ഇത് സമ്മർ ആകുമ്പോഴത്തേക്കും നേരെ ഉൾട്ടയാവും. ഡേ ടൈം നമുക്ക് കൂടുതൽ കിട്ടാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ അതാ സൂര്യൻ ഉദിച്ച് വരണേ ഉള്ളൂ ഈ സമയമായിട്ടും. ഫ്ലോറിലൊക്കെ വൈറ്റ് ആയിട്ട് കാണുന്നത് വെള്ളം ഫ്രോസ്റ്റായി കിടക്കുന്നതാണ്. സ്നോഫോൾ ഇല്ല, പക്ഷെ ഇപ്പൊ ഒരു ഫ്രോസ്റ്റ് ആയിട്ട് കിടക്കുക, ഐസായിട്ട്. -3 ആണ്, ഞാൻ പറഞ്ഞില്ല ആദ്യം ടെമ്പറേച്ചർ -3 ആണ് ഇവിടെ. അപ്പോ പിന്നെ എന്നാലും സൂര്യൻ വരുമ്പോഴത്തേക്കും അതിന്റെ കുറച്ചൊരു ഇത് മാറി കിട്ടും നമുക്ക്. എന്നാലും തണുപ്പ് തന്നെയാണ് കേട്ടോ. അതൊന്നും കാര്യമാക്കാതെ ഈ തണുപ്പൊന്നും ഒരു പ്രശ്നമില്ലാതെയാണ് ഇവിടെ ആൾക്കാരെല്ലാം ഭയങ്കര തിരക്കായിട്ട് വന്ന് കണ്ടോ. ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതിന്റെ മെയിൻ കാരണം ഇവിടെ എല്ലാം ഡിസ്കൗണ്ടർ റേറ്റ്സിൽ കിട്ടും, മാർക്കറ്റ് പ്ലേസ് ആയതുകൊണ്ട് എന്നുള്ള ഇതില് ഒരുപാട് ആൾക്കാർ വന്ന് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ പുറകില് കണ്ടോ സീഗൾസ് ഉണ്ട് ഒരുപാട്. ഇവിടെ ഇങ്ങനെ പറക്കുന്നുണ്ട്. ഷോറിന്റെ സൈഡ് ആയതുകൊണ്ടേ. പക്ഷെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ സൂക്ഷിച്ച് കഴിക്കുക. കയ്യിൽ നിന്നൊക്കെ ചിലപ്പോൾ റാഞ്ചിക്കൊണ്ട് വരുന്നൊക്കെ ഇരിക്കും. നല്ല ഭംഗിയുണ്ട് എന്താ പറക്കുന്നു. ഒരുപാട് ടൈപ്സ് വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ അനാറ്, നമ്മുടെ എന്താണെന്നറിയില്ല. Sechs Stück 2 €. Machst du einen schönen Salat. ഇതിവിടുത്തെ ഒരു ഉണക്കമീനിന്റെ കടയാണ് കേട്ടോ. പരിചയമുള്ള മീനുകളൊന്നുമില്ല, പക്ഷെ കുറെ ടൈപ്പ് മീനുകളുണ്ട്. കൂടുതലും വലിയ സൈസിലുള്ള മീനുകളാണ്, ചെറിയ ചെറുതല്ല, വലിയതാണ്.
Was heißt denn gute Lagerung? Im Kühlschrank. Kühlschrank. Genau, Kühlschrank. Und ich plane dann heute Fisch. ഒക്ടോപ്പസിനെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ക്ലീൻ ചെയ്തതാണെങ്കിലും ഓൾമോസ്റ്റ് കുറെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഫ്രഷ് ഫിഷിന്റെ ഒരു സ്റ്റോളാണ് കേട്ടോ. ഇതെല്ലാം നല്ല ഫ്രഷ് ആയിട്ട് പറഞ്ഞില്ലേ, ഇത് ഷോറൂമില് തന്നെ ആയതുകൊണ്ട് ഒരുപാട് ഫ്രഷ് ഫിഷുകൾ ഇവിടെ കിട്ടും. പരിചയമുള്ളതായിട്ട് ആകെ പ്രോൺസും പിന്നെ ഷെല്ലിന്റെ ഫുൾ Letztes hier 2 Kilo 6 Euro. പക്ഷെ ഇവിടുത്തെ വില അത്ര കമ്മിയല്ല. ഇവിടുത്തെ ആളുകൾ ഏറ്റവും അധികം കഴിക്കുന്നത് ഈ സ്റ്റോറിൽ കാണുന്ന ഐറ്റംസ് ഒക്കെയാണ്. അതായത് ബ്രെഡാണ് മെയിൻ ആയിട്ട് കഴിക്കുന്നത്. ബ്രെഡിന് തന്നെ പല ടൈപ്സ് ഓഫ് ബ്രെഡ്സും പിന്നെ അത് സ്വീറ്റ് ആയിട്ടുള്ളതും ഫ്ലേവറും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിക്കുന്നത്. ഈ ഷോപ്പില് എന്തൊക്കെയാ കാണിച്ചു തരാം. അവിടെ നിന്നാ ബക്ലാവിന് ഹോട്ടായിട്ടുള്ള കുറെ സ്വീറ്റ്സ് ഉണ്ട്. ഡാൻസ് ഒക്കെ ചെയ്ത് വാഴ വെച്ച് തന്നു. നല്ല ടേസ്റ്റ് ഉണ്ടതാ. കണ്ടോ, ഇവിടെ ഒരു ലോങ് ക്യൂ കണ്ടിട്ട് നമ്മൾ നോക്കിയിട്ട് എന്താണെന്ന് കുറെ പേര് ക്യൂവിൽ തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. എന്താ ഐറ്റം എന്ന് അറിയില്ല. ഫിഷ് വെച്ചിട്ടുള്ള എന്തോ ആണെന്ന് തോന്നുന്നു. നോക്കി നോക്കാം. എന്തൊരു ക്യൂ ഇവിടെ. അത് വാങ്ങിക്കാനുള്ള ക്യൂയിലാണ് നമ്മൾ. ഫിഷിന്റെ ഒരു ഐറ്റം ആണ്, നമുക്ക് കഴിച്ചു നോക്കാം. അതിനുള്ള ക്യൂ നമ്മൾ ആദ്യം കണ്ടില്ല, ഒരു വലിയ ക്യൂ. ആ കടയിൽ ഇപ്പോഴും ക്യൂ തന്നെയാണ്. അത്ര നല്ലതായിരിക്കും. അപ്പോ നല്ല ചൂട് സാധനമാണ് എന്തായാലും തണുപ്പത്ത് കഴിക്കാനപ്പോ അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ. ഗാർലിക് അതന്നെയാണ് അത്. നല്ല ചൂടാണ് കേട്ടോ. കഴിച്ചു നോക്കാം നമുക്ക്. നല്ല ഹോട്ട് ആൻഡ് ക്രിസ്പിയാണ് കേട്ടോ. ഫിഷാണ് ഉള്ളിൽ ഫില്ലിങ്. തണുപ്പത്ത് നിന്ന് കഴിക്കാൻ പറ്റിയൊരു സാധനമാണ്. ഇറ്റ്സ് ഗുഡ്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ബാസ്ക്കറ്റ് ഉണ്ടല്ലോ. ഇതൊക്കെ 10 യൂറോ 15 യൂറോയ്ക്കൊക്കെയാണ് കിട്ടുന്നത്. പിന്നെ ചില ഷോപ്സ് ഒക്കെ അടച്ചു തുടങ്ങി. ഓൾറെഡി 9:30 ആയപ്പോഴേക്കും ക്ലോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ വരാനായിട്ട് ശ്രദ്ധിക്കുക.
Chevron. Is it fruit or vegetable? English black and kind. ഇതെന്താന്ന് നമുക്ക് മനസ്സിലായില്ല കേട്ടോ. ഒരു ഫ്ലവർ ഷേപ്പുള്ള ഒരു ഫ്രൂട്ട് ആണോ വെജിറ്റബിൾ ആണോ അറിയില്ല. അറിയാമെങ്കിൽ പറയട്ടോ എന്താന്ന്. ആളുടെ അടുത്ത് ചോദിച്ചിട്ട് ആള് പറഞ്ഞിട്ട് മനസ്സിലായില്ല. അറിയാമെങ്കിൽ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യാം എന്താണ് കേട്ടോ. തേങ്ങ ഉണ്ടോ പൊട്ടിച്ചിട്ട് അവര് അങ്ങനെ കുടിക്കാൻ പാകത്തിന് കരിക്ക് സെറ്റ് ചെയ്തേക്കാണ്. കൊള്ളാല് ഇത്. ഇവിടുന്ന് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ ചില്ലി അതുപോലെ ഗാർലിക്കൊക്കെ കണ്ടു കേട്ടോ. പിന്നെ മഷ്റൂം നമ്മുടെ മഷ്റൂമും സ്വീറ്റ് പൊട്ടറ്റോ ആണ്. €3, €5 കൊറിയാൻഡറും പിന്നെ ഗാർലിക്കൊക്കെ നല്ല റേറ്റ് കുറച്ച് കിട്ടും. പിന്നെ ഇവിടെ അടുത്തൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും സൺഡേ വന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് പർച്ചേസ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. നല്ല ലാഭം. നമ്മളെ ഓറഞ്ച് ഒരു വലിയ കാർട്ടൺ ഫുള്ള് ഓറഞ്ചൊക്കെയാണ് €1, €2 കിട്ടുന്നത്. നല്ല ലാഭമാണ് ആക്ച്വലി. നമ്മള് മേടിക്കാൻ പോവാ. അപ്പൊ നമ്മള് കൊറിയാണ്ടറും മഷ്റൂം പിന്നെ ഗാർലിക്കൊക്കെ നമ്മള് ഇത്രയും വാങ്ങിച്ചത് €5 നല്ല ഫ്രഷ് സാധനങ്ങളാണ്. ഇവിടെ ആൾക്കാർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഫാൻസി ആയിട്ടുള്ള ക്യാഫ് ഇയറൊക്കെ അറിയാം. നമ്മളെപ്പോഴും എവിടെ പോയാലും ഇങ്ങനത്തെ ഒരു ബാഗ് ക്യാരി ചെയ്യാറുണ്ട്. നമ്മള് കുറെ നാള് മുമ്പ് ഡെക്കാത്ലോണിൽ വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് അപ്പൊ നല്ല യൂസ്ഫുള്ളാണ്. എവിടെ പോയാലും നമുക്ക് ഇങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുപോവാം. നല്ല ചെറുതാക്കി ഇത് ബാഗിൽ സൂക്ഷിച്ച് വെക്കാനും പറ്റും. നമുക്ക് ഏകദേശം 4 കിലോ അവക്കാഡോ, അതായത് ഒരു കാർട്ടൺ തന്നെയാണ്, ഒരു കാർട്ടൺ വരുന്നത്. പിന്നെ ഒരു 3 കിലോയോടെ ഉണ്ടാവും ലിച്ചി. ഇത് രണ്ടും നമുക്ക് €8 മേടിക്കാൻ പറ്റിയത്.
നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ ഒരിക്കലും ഈ ഒരു റേറ്റിൽ കിട്ടില്ല കേട്ടോ. അപ്പൊ എല്ലാവരും സൺഡേ ഒന്ന് ഇവിടെ വന്ന് മേടിക്കാൻ നോക്കുക. കുറെ നല്ല സാധനങ്ങള് നല്ല റേറ്റിൽ കിട്ടുന്നുണ്ട്. എന്തായാലും വന്നത് വെറുതെ ആയില്ല. നമ്മളിനി ഇതൊക്കെ കൊണ്ടുപോകണം വീട്ടിലേക്ക്. എനിക്ക് ഭയങ്കര ഷൗട്ടിങ്ങിലായിട്ടൊക്കെ നമുക്ക് തോന്നും. ഇതൊന്നും കേട്ട് പേടിക്കരുത്. ഇവിടെ ഇങ്ങനെ ലേലം ചെയ്ത് വിൽക്കില്ലേ, അതുപോലെ അവര് ആൾക്കാരെ സംസാരിക്കുന്നത് തന്നെയാണ്. നമ്മള് സൗണ്ട് കേൾക്കുമ്പോ എന്താന്ന് വിചാരിക്കും. പിന്നെ ഇവിടെ കണ്ടോ 15 യൂറോയ്ക്ക് നമുക്കൊരു ബോക്സിൽ നിറയെ ഫ്രൂട്ട്സ്, അത് പല പല മിക്സ്ഡ് ആയിരുന്നു. പല ഫ്രൂട്ട്സും വെച്ചിട്ടുള്ള ഒരു വലിയൊരു ഫ്രൂട്ട് ബാഗിന്റെ ഒരു ഷോപ്പ് കണ്ടിട്ടുണ്ട്. അതൊക്കെ ശരിക്കും നല്ല ലാഭമാണ് ഇവിടുന്ന് വാങ്ങിക്കുകയാണെങ്കിൽ. എല്ലാരും കാർട്ടൻസിലൊക്കെ ആയിട്ടാ വാങ്ങിച്ചിട്ട് പോകുന്നത്. ഇതാ വെയില് വന്നു തുടങ്ങി. തണുപ്പത്ത് വെയില് കൊള്ളുമ്പോ അപ്പൊ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇവിടത്തെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൂട്ടാ. കാണിച്ചു തരുന്നില്ലേ, നമ്മൾ അവക്കാട്, ലിച്ചി, പിന്നെ അതുപോലെ ഗാർലിക്കും കൊറിയാണ്ടർ, അങ്ങനെ കുറെ സാധനങ്ങൾ നല്ല റേറ്റ് കുറവിൽ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങള് ഒരുപാട് പേര് ഒന്നിച്ച് താമസിക്കുന്നവരാണ്, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മന്ത്ലി വൺസ് നിങ്ങൾ ഒരുമിച്ച് ഇവിടെ വന്നാൽ ഒരുപാട് ഒന്നിച്ച് കുറെ സാധനങ്ങൾ ഒരുപാട് വാങ്ങിച്ചിട്ട് പോകാൻ പറ്റും. ബൾക്കായിട്ട് പർച്ചേസ് ചെയ്താൽ സൂക്ഷിച്ച് വെക്കാൻ, കേടാവാത്ത സാധനങ്ങളാണെങ്കിൽ നല്ല ലാഭത്തിൽ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിനേക്കാളും കുറഞ്ഞ റേറ്റിന് ഇവിടെ കിട്ടും. അപ്പോ ഇവിടെ ഓൾമോസ്റ്റ് സാധനങ്ങൾ ഒക്കെ അടച്ച് ഇവര് ക്ലോസ് ചെയ്യാറായിട്ടുണ്ട്. മാക്സിമം ഒരു 10 മണിക്കൊക്കെ ഉള്ളില് വരാൻ നോക്കുക. അവസാനം ആവുമ്പോ പിന്നെ ഇവര് റേറ്റ് കുറയ്ക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് സാധനങ്ങളൊക്കെ വിറ്റ് പോവാനായിട്ട്. എന്തായാലും ഇവിടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു സൺഡേ വന്ന് നോക്കുക. ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ. കാരണം ഭയങ്കര പല സൺഡേ ആൾക്കാർ ക്രൗഡഡ് ആയിട്ടും എല്ലാം നമുക്ക് കുറെ സാധനങ്ങള്, ഫുഡ് ഉണ്ട്, ഫിഷ് ഐറ്റംസ് ഉണ്ട്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ക്ലോത്ത്സ്, എന്ത് വേണോ എല്ലാം ഇവിടെ കിട്ടും. നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോ എല്ലാവരും ഒന്ന് വന്ന് നോക്കുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇവിടെ ഹാമ്പർഗിലുള്ള ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പൊ അവർക്ക് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ബൈ ബൈ.